ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. പിണറായി വിജയൻ, നമ്മുടെ ബഹുമാനപ്പെട്ട ആദരണീയനായ മുഖ്യമന്ത്രി ഇവിടെ എത്തിയിട്ടുണ്ട്. സഹാവിനെ ആദരപൂർവ്വം ഏവർക്കും വേണ്ടി ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. വേദിയിലിരിക്കുന്ന LDF നേതാക്കളെ, സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും സുപ്രധാന ഘട്ടത്തിലേക്ക് നാം കടന്നിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ നാട് ഇനി ഒരു തരത്തിലും നന്നാവില്ല എന്ന് കരുതിയ ഒരു കാലമുണ്ടായി. ആ കാലത്തോട് നാം വിട പറഞ്ഞു. ഇന്ന് എല്ലാ മേഖലയിലും കേരളം നല്ല രീതിയിൽ അഭിവൃദ്ധിപ്പെട്ടിരിക്കുകയാണ്. നാട് പൊതുവെ പുരോഗതി പ്രാപിച്ചിരിക്കുകയാണ്. എല്ലാവരുടെയും നിത്യജീവിതത്തിൽ അനുകൂലമായ മാറ്റമുണ്ടായിരിക്കുകയാണ്. നടക്കില്ല എന്ന് കരുതിയ പദ്ധതികൾ ചിലത് പൂർത്തിയായി, ചിലത് പൂർത്തിയാകുന്നതിൻ്റെ അടുത്തെത്തിയിരിക്കുന്നു, മറ്റേത് നല്ല വഴിക്ക് നീങ്ങുന്നു. ഒരുപാട് പുതിയ പദ്ധതികൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. എല്ലാം കേരളം അഭിവൃദ്ധിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ മനസ്സിന് നല്ല കുളിർമ നൽകുന്നതാണ്. നമുക്ക് പലതും ചെയ്യാൻ കഴിയും. എൻ്റെ നാട് ലോകത്തിൻ്റെ വികസനത്തോടൊപ്പം സഞ്ചരിക്കുന്ന നാടാണ് എന്ന അഭിമാനബോധത്തിലേക്ക് മലയാളി ഉയർന്നിരിക്കുന്നു. ഇതുകൊണ്ടെല്ലാമായില്ല. നമുക്ക് ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇനിയും പുരോഗതി പ്രാപിക്കേണ്ടതുണ്ട്. പൂർത്തിയാക്കേണ്ട പദ്ധതികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. നാടിൻ്റെ വികസനത്തിന് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. അങ്ങനെ പുരോഗതിയുടെയും വികസനത്തിൻ്റെയും യാത്ര തുടർന്ന് ആധുനിക ലോകത്തിന് ചേരുന്ന ഒരു വികസിത കേരളം നമുക്ക് സൃഷ്ടിക്കേണ്ടതുണ്ട്. ഇവിടെയാണ് ഒരു ചോദ്യം ഉയരുന്നത്. ഇപ്പോൾ എത്തി നിൽക്കുന്നിടത്തുനിന്ന് തുടരണോ, അല്ല ഒരിടവേള വേണമോ? ഇതാണ് സാധാരണഗതിയിൽ നമ്മുടെ നാട് നേരിടുന്ന ചോദ്യം. ആ ചോദ്യത്തിന് ജനങ്ങൾ നേരത്തെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അതാണ് 2021 തീരുമാനം. ആ തീരുമാനം ജനങ്ങളുടെ അനുഭവത്തിൻ്റെ, നാടിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്തതായിരുന്നു. സാധാരണ 2016 വരെയുള്ള കേരളത്തിൻ്റെ പതിവ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിലവിൽ അധികാരത്തിലുള്ള മുന്നണി
പരാജയപ്പെടുന്നു. പ്രതിപക്ഷത്തിരിക്കുന്ന മുന്നണി അധികാരത്തിലേറുന്നു. ഇത് നാടിനുണ്ടാക്കിയ പ്രത്യാഘാതം എത്രത്തോളമാണ് എന്ന് ശരിയായ രീതിയിൽ നാട്ടുകാർ വിലയിരുത്തി. രണ്ട് മുന്നണിയാണ് കേരളത്തിൽ പ്രധാനമായി ഉണ്ടായത്. ഒന്ന് LDF, മറ്റത് UDF. LDF നമ്മുടെ കേരളത്തിൻ്റെ പൊതുവായ വികസനത്തിന്, ജനങ്ങളുടെ ക്ഷേമത്തിന് മുൻതൂക്കം കൊടുത്താണ് എല്ലാ കാലത്തും പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ LDF ഭരണത്തിലുള്ള കാലം നാട് പുരോഗതി പ്രാപിക്കുന്നു. ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തിയുള്ള നടപടികൾ സ്വീകരിക്കുന്നു. എന്നാൽ UDFൻ്റെ കാലം വരുമ്പോൾ നേരെ വിപരീതമായ ദിശ വരുന്നു. എവിടെ എത്തി നിൽക്കുന്നോ അവിടുന്ന് ഒട്ടും മുന്നോട്ട് പോകുന്നില്ല. മാത്രമല്ല, നടപടികൾ തുടരാത്തതുകൊണ്ട് പലതിനും തകർച്ച സംഭവിക്കുന്നു. ഇതിൻ്റെ ഫലമായി സംഭവിക്കുന്നത് കാലം നമ്മളെ കാത്തു നിൽക്കില്ല. കാലത്തിനനുസൃതമായി ഓരോ നാടും വികസിക്കേണ്ടതുണ്ട്, മുന്നേറേണ്ടതുണ്ട്. ആ വികസനവും മുന്നേറ്റവും UDFൻ്റെ കാലത്ത് ഉണ്ടാകുന്നില്ല. വലിയ തോതിലുള്ള പുറകോട്ടടി ഇതിൻ്റെ ഭാഗമായി നാടിന് സംഭവിക്കും. ഇത് എല്ലാ ഘട്ടത്തിലും ഓരോ 5 വർഷം കൂടുമ്പോഴും നാട്ടിലുണ്ടായ അനുഭവമാണ്. ഇപ്പോൾ ജനങ്ങളുടെ ക്ഷേമം, ആ ക്ഷേമം മുൻനിർത്തിയുള്ള നടപടികൾ ആലോചിച്ചാൽ നമ്മുടെ ക്ഷേമ പെൻഷൻ്റെ ഉദാഹരണം എടുത്താൽ മതി. ക്ഷേമ പെൻഷൻ വളരെ ചെറിയ തുച്ഛമായ തുകയായിരുന്നല്ലോ ആദ്യം, 45 രൂപ. 45 രൂപ തീരുമാനിച്ചപ്പോൾ അതിനെതിരെ കോൺഗ്രസ് പ്രതികരിച്ചു. എന്നാൽ അതിനുശേഷം കോൺഗ്രസിന് നേതൃത്വമുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ഒരു പൈസ കൂട്ടിക്കൊടുത്തില്ല. ഇതാണ് ഉണ്ടായ അവസ്ഥ. പിന്നെ LDF വന്ന് ചെറിയ സംഖ്യ വർദ്ധിപ്പിച്ചു. വീണ്ടും UDF വന്നു, അതേ അവസ്ഥ. ഒന്നും കൂട്ടിക്കൊടുക്കാൻ തയ്യാറായില്ല. അതേ നില തുറന്നു. വീണ്ടും LDF വന്നു. ഇവിടെ എന്താ കാണാൻ കഴിയുക? LDF അധികാരത്തിൽ വരുമ്പോൾ പെൻഷൻ കൃത്യമായി കൊടുക്കുന്നു. മാത്രമല്ല, പെൻഷൻ കൃത്യമായി കൊടുക്കൽ മാത്രമല്ല, കാലോചിതമായി പരിഷ്കരിക്കുന്നു, വർദ്ധിപ്പിക്കുന്നു. നമ്മുടെ നാടിൻ്റെ അനുഭവമാണല്ലോ ഇത്. എന്നാൽ UDF അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ ചെറിയ പെൻഷൻ എത്രത്തോളാണ് കുടിശ്ശികയായി വെച്ചിരുന്നത്? ഇപ്പോൾ 2006 LDF ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ അന്ന് കൊടുക്കേണ്ടിയിരുന്ന പെൻഷൻ അതിന് മുന്നരത്തെ LDF ഗവൺമെൻറ് 500 രൂപയാക്കി. LDF ഗവൺമെൻറ് 2006 അധികാരത്തിൽ വരുമ്പോൾ അന്ന് കൊടുക്കേണ്ടിയിരുന്ന പെൻഷൻ തുച്ഛമായ തുകയാണ്, 28 മാസത്തെ കുടിശ്ശികയാണ്.
ആ കുടിശ്ശിക കൊടുത്ത് അന്ന് ചെറിയ പെൻഷനാണ്, അത് 500 രൂപയാക്കി LDF ഗവൺമെൻറ് വർദ്ധിപ്പിക്കുന്നു. 500 രൂപയാക്കിയ ഇപ്പോൾ 45-ൽ നിന്ന് 500 രൂപയിലേക്ക് എത്തുമ്പോൾ ആ 500 രൂപയുടെ ആ വർധനവ്, ഓരോ ഘട്ടത്തിലും ഉണ്ടായ വർധനവ് LDF ഗവൺമെൻറ് മാത്രമാണ് വരുത്തിയത്. അതിനിടക്ക് വന്ന ഒരു ഗവൺമെൻറ്റും, UDF ഗവൺമെൻറ്, ഒരു വർധനവും വരുത്തിയില്ല. എന്നാൽ 2011-16 കാലം ചെറിയ വർധനവ് വരുത്തി. എത്ര? ആദ്യം ചരിത്രത്തിൽ ആദ്യമായിട്ട് 100 രൂപ 500, 600 ആക്കി. പക്ഷേ ഒരു പൈസയും കൊടുക്കാനല്ല, ആ വർധനവ് കൊടുത്തില്ല. വർധനവ് കൊടുത്തില്ല എന്ന് മാത്രമല്ല, അത് വലിയ തോതിൽ കുടിശ്ശികയാക്കി. 2016 LDF സർക്കാർ വരുമ്പോൾ അന്ന് കൊടുക്കാനുള്ള കുടിശ്ശിക 18 മാസത്തേക്ക്. ഇതാണ് UDF. ആ ജനങ്ങളുടെ ക്ഷേമത്തെക്കുറിച്ച് ഒരു ചിന്തയുമില്ല. ജനങ്ങളുടെ ക്ഷേമത്തിന് ഉതകുന്ന ഒരു നടപടിയും സ്വീകരിക്കില്ല. കാലാകാലമായി വർധനവ് LDF സർക്കാർ വരുത്തുന്നു. കൃത്യമായി അത് പാവപ്പെട്ടവർക്ക് നൽകുകയും ചെയ്യുന്നു. ഇപ്പോൾ 2016 അധികാരത്തിൽ വരുമ്പോൾ 600 രൂപ പെൻഷൻ, 18 മാസത്തെ കുടിശ്ശിക, അത് മുഴുവൻ കൊടുത്തു തീർന്നു. പിന്നെ വർധനവ് തുടങ്ങി. ആ വർധനവെല്ലാം ഓരോ മാസവും കൊടുക്കുകയാണ്. ഏതുവരെ? 1600 രൂപ വരെ. ഈ 1600 രൂപ 2021 ശേഷം കൃത്യമായി കൊടുത്തു പോകുന്നു. ഇപ്പോൾ അത് 2000 രൂപയാക്കിയിരിക്കുന്നു. ഇതാണ് LDFും UDFും തമ്മിലുള്ള വ്യത്യാസം. നാടിൻ്റെ അഭിവൃദ്ധിയുമായി ബന്ധപ്പെട്ട പ്രശ്നം. LDFന് നാടിനെ നല്ല രീതിയിൽ അഭിവൃദ്ധിയിലേക്ക് നയിക്കാൻ കഴിയുന്നു. കാരണം മറ്റ് ചിന്തകളില്ല, അതിനകത്ത് വേറെ നിക്ഷിപ്ത താല്പര്യങ്ങളില്ല. എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിൽ നടന്നു പോകണം, പദ്ധതി സമയബന്ധിതമായി തീർക്കണം. അതിൻ്റെ ഭാഗമായുള്ള ഇടപെടലുകൾ ഗവൺമെൻറ് ഭാഗത്തുണ്ടാകുന്നു. നല്ല നിലയിൽ കാര്യങ്ങൾ നീങ്ങുന്നു, സമയബന്ധിതമായി തീർക്കപ്പെടുന്നു. UDFന് വേറെ സംസ്കാരമാണ്, ഈ സംസ്കാരമല്ല. LDFിൻ്റെ ഈ സംസ്കാരത്തിൻ്റെ ഭാഗമായി കേരളത്തിന് ഇപ്പോൾ ആർജിക്കാൻ കഴിഞ്ഞ ഒരു സ്ഥാനമുണ്ട്. അഴിമതി ഏറ്റവും കുറഞ്ഞ നാട്, അതാണ് കേരളം നേടിയ സ്ഥാനം ഇന്ത്യയിൽ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്ഥാനം നേടാൻ കഴിഞ്ഞത്? LDF അധികാരത്തുള്ളത് കൊണ്ടല്ലേ. LDFിൻ്റെ സംസ്കാരമല്ലേ അതിന് കാരണം. അഴിമതിയോട് വിട്ടുവീഴ്ചയില്ല, മറ്റ് നിക്ഷിപ്ത താല്പര്യങ്ങളില്ല. അത്തരമൊരു സംസ്കാരം UDFന് പുലർത്താൻ കഴിയുമോ? UDFന് അത്തരമൊരു സംസ്കാരമുണ്ടോ? UDFിൻ്റെ കാലത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. ഏതെങ്കിലും ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു സംസ്കാരം പടുത്തുയർത്താനോ നടപ്പിലാക്കാനോ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എന്തെല്ലാം നിക്ഷിപ്ത താല്പര്യങ്ങളാണ്. നിക്ഷിപ്ത താല്പര്യം വെച്ച് കാര്യങ്ങൾ നീക്കുമ്പോൾ അതിൻ്റെ ഭാഗമായുള്ള തെറ്റായ സമ്പ്രദായങ്ങൾ, നടപടികൾ ഒരു ഭാഗത്തുണ്ടാവുകയല്ലേ. ഏതെല്ലാം തരത്തിലുള്ള ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ ആ കാലത്ത് ഉയർന്നു വന്നു എന്നാലോചിക്കുക. ഇപ്പോൾ കേരളത്തിൽ LDF ഗവൺമെൻറ് നിയമസഭാ സമ്മേളനം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് സമ്മേളിച്ചപ്പോൾ നമ്മുടെ പ്രതിപക്ഷത്തിന് എന്തെങ്കിലും ഉന്നയിക്കാൻ കഴിഞ്ഞോ? സാധാരണഗതിയിൽ ഭരണപക്ഷത്തെ വല്ലാതെ എരിപരി കൊള്ളിക്കുന്ന
നില ഏത് പ്രതിപക്ഷവും സ്വീകരിക്കില്ലേ? പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞോ? കാരണം ഭരണപക്ഷത്തെ എന്തു പറഞ്ഞാണ് വിമർശിക്കുക? ഏത് തെറ്റിൻ്റെ പേരിലാണ് വിമർശിക്കുക? ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് പോലുള്ള നുണകൾ കെട്ടിച്ചമച്ച് പറഞ്ഞാൽ വസ്തുതകളുടെ അവതരണത്തിലൂടെയുള്ള തിരിച്ചടി സഭയിൽ തന്നെ ശക്തമായി ഏൽക്കേണ്ടി വരുമല്ലോ. അത് ഒഴിവാക്കുന്നതിനാണല്ലോ സഭ തന്നെ ബഹിഷ്കരിച്ചു പോകുന്ന നിലയുണ്ടായത്. ചർച്ചയിൽ അവർ പങ്കെടുത്തില്ല, ആക്ഷേപങ്ങൾ ഉന്നയിച്ചില്ല, പ്രധാനപ്പെട്ട ആരോപണങ്ങൾ മന്ത്രിമാർക്കെതിരെ ഉന്നയിക്കാം, അത്തരം കാര്യങ്ങളൊന്നും ഉന്നയിക്കാൻ അവർക്കായില്ല. ഇവിടെ സാധാരണ അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിക്കും, അത്തരം അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിക്കാൻ തയ്യാറായില്ല. ഒരു പ്രതിപക്ഷത്തിന് അവസാനം കിട്ടുന്ന ഏറ്റവും വലിയൊരു ആയുധമാണ് ഗവൺമെൻറ്റിനെതിരെ അവിശ്വാസം അവതരിപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ അവതരിപ്പിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ്റിനെതിരെ സംസാരിക്കാൻ പറ്റും. അത് പറ്റുമോ അവർക്ക്? ഇതൊന്നും പ്രതിപക്ഷം കാണിച്ച സൗജന്യമല്ലല്ലോ. അങ്ങനെ സഭയിൽ ഗവൺമെൻറ്റിനെതിരെ പറഞ്ഞാൽ അതിൻ്റെ വസ്തുതകൾ നിർത്തിക്കൊണ്ടുള്ള മറുപടി ഭരണപക്ഷത്തിന് വരുമല്ലോ. അപ്പോൾ എരിപരി കൊള്ളുന്നത് ഭരണപക്ഷമായിരിക്കില്ല, ഉന്നയിച്ച പ്രതിപക്ഷമാകും. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു കാര്യവും ഉന്നയിക്കാൻ കഴിയാതിരുന്നത്. ഇത്ര സുതാര്യമായ രീതിയിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭരണനിർവഹണം നടന്ന ഒരു കാലം അത് നമ്മുടെ ചരിത്രത്തിൽ കാണാൻ കഴിയും. അതിൻ്റെ ഭാഗമായല്ലേ ജനങ്ങൾ നല്ല രീതിയിൽ LDFനെ അംഗീകരിക്കുകയും 2021 തുടർഭരണം സമ്മാനിക്കുകയും ചെയ്തത്. അപ്പോൾ ഇതിനെ നേരിടാൻ മറ്റ് ഒരു വഴിയും UDFൻ്റെ പ്രതിപക്ഷത്തിൻ്റെ കയ്യിലില്ല എന്നതാണ് വസ്തുത. വസ്തുതകൾ അവതരിപ്പിച്ചുകൊണ്ട് ഗവൺമെൻറ്റിനെ വിമർശിക്കാനാവില്ല. അപ്പോൾ അവർ ആശ്രയിക്കുന്നത് നല്ലതുപോലെ നുണകൾ പ്രചരിപ്പിക്കുക എന്താണ്? നുണകൾ അഴിച്ചുവിടുക, വ്യാപകമായി പ്രചരിപ്പിക്കുക. അത്തരം നുണപ്രചരണത്തിലൂടെ കേരളത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാകും എന്നാണ് അവർ കരുതുന്നത്. പക്ഷേ നുണക്ക് അല്പായുസ് മാത്രമേ ഉള്ളൂ, അതിന് സ്ഥിരമായി ആയുസില്ല. എപ്പോഴ് വസ്തുതകൾ എത്തുന്നോ, യാഥാർത്ഥ്യങ്ങൾ എത്തുന്നോ, അതോടെ നുണ പൊളിയും. എന്നാൽ നുണയാണ് എന്ന് വെച്ച് അവഗണിക്കാൻ പറ്റില്ല. ആ തരത്തിലുള്ള നുണകളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ അവിടെ മാധ്യമപ്രവർത്തകർ എന്നോടൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി. അതിലവർ പറഞ്ഞത്, ചിലയിടങ്ങളിൽ ഇപ്പോഴത്തെ പാചകവാതക ക്ഷാമം, പെട്രോൾ ഡീസൽ ക്ഷാമം, ഇതെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ്, അതിൻ്റെ ഉത്തരവാദി സംസ്ഥാന സർക്കാരാണ് എന്ന് പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ എന്നാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാലോ സംസ്ഥാന സർക്കാരിന് അതിലൊന്നും ചെയ്യാനില്ല എന്ന്. നമ്മുടെ രാജ്യത്തെ സർക്കാരാണല്ലോ നടപടിയെടുക്കേണ്ടത്. പക്ഷേ തെറ്റായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഇത്തരമൊരു അവസ്ഥ ഉണ്ടാക്കിയത് എങ്ങനെയെന്നതിലേക്കല്ല പോകുന്നത്. തൽക്കാലം കേരളത്തിലെ LDF ഗവൺമെൻറ്റിനെ തെറ്റാണെങ്കിലും കാര്യങ്ങൾ തെറ്റായി അവതരിപ്പിച്ചുകൊണ്ട് കുറ്റപ്പെടുത്താൻ കഴിയുമോ? അത്രയും സമയത്തേക്ക് ആളുകളുടെ മനസ്സിൽ LDF ഗവൺമെൻറ്റിനെ കുറിച്ച് ഒരു തെറ്റായ ബോധം സൃഷ്ടിക്കാനാകുമോ? ഇതാണ് നോക്കുന്നത്. യഥാർത്ഥത്തിൽ പരമാധികാരമുള്ള രാഷ്ട്രത്തിന് നേരെ നടത്തിയ ഒരു മര്യാദയുമില്ലാത്ത ആക്രമണമാണല്ലോ ഈ സംഭവങ്ങൾക്കെല്ലാം ആധാരമായി വന്നത്. അവിടെ രാജ്യത്തിൻ്റെ പരമാധികാരിയെയും കുടുംബത്തെയുമല്ലേ വധിക്കുന്നത്. ഒരു കാലത്തും ചെയ്യാൻ പാടില്ലാത്ത കാര്യമല്ലേ അത്.
യുദ്ധത്തിനിടയാക്കിയ സാഹചര്യം, അമേരിക്കൻ സാമ്രാജ്യത്വം കാണിക്കുന്ന തമ്മാടിത്ത നയം, അതിൻ്റെ കൂട്ടാളിയായി ഇസ്രയേൽ അമേരിക്കൻ സംരക്ഷണത്തോടെ നടത്തുന്ന ആക്രമണങ്ങൾ, ഇതെല്ലാം ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതേസമയം യുദ്ധം വലിയ തോതിലുള്ള ആശങ്കയാണ് നമ്മുടെ ജനങ്ങളിലുണ്ടാക്കുന്നത്. നമ്മുടെ സഹോദരങ്ങൾ അനേക ലക്ഷമാണ് ഗൾഫ് രാജ്യങ്ങളിലുള്ള പലതരത്തിലുള്ള ഉത്കണ്ഠകൾ ഉയർന്നു വരുന്നുണ്ട്. അവിടെ നല്ല രീതിയിൽ പ്രവാസികളുടെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ഇടപെടൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അത് സംസ്ഥാന ഗവൺമെൻറ് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ധനക്ഷാമത്തിൻ്റെ പ്രശ്നം പറയുമ്പോൾ നമുക്ക് നമ്മുടെ അടുക്കളയിലടക്കം യുദ്ധത്തിൻ്റെ പ്രത്യാഘാതം ഉണ്ടായിരിക്കുകയാണല്ലോ. വീടുകളിലെ അടുക്കളയിലുണ്ട്, ഹോട്ടലുകളെ ബാധിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ ധാരാളം പേര് ഹോട്ടലുകളെ ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ടല്ലോ. ആ ഹോട്ടലുകൾക്ക് ഇന്ധനമില്ലാത്തതുകൊണ്ട് അടഞ്ഞു പോകുന്നു, വീടുകൾക്ക് വലിയ പ്രയാസം തരുന്നു. ഇതെല്ലാം സൃഷ്ടിക്കുന്ന പ്രയാസങ്ങൾ അത് പരിഹരിക്കണമെന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനോട് സംസ്ഥാന ഗവൺമെൻറ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, നമ്മുടെ രാജ്യത്തിന് ഒരു തരത്തിലുള്ള ഇന്ധനക്ഷാമവും ഉണ്ടാകുമായിരുന്നില്ല. എങ്ങനെയായിരുന്നുവെങ്കിൽ നേരത്തെ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. ആ നിർദ്ദേശം ഇറാനിൽ നിന്ന് വാതകം, ഇറാനിൽ ഇഷ്ടംപോലെ വാതകമുണ്ട്, അവർ പൈപ്പിലൂടെ ഇന്ത്യയിലേക്ക് എത്തിക്കും. പാകിസ്ഥാനിലൂടെയാണ് ആ പൈപ്പ് വരേണ്ടത്. ഏകദേശം കരാർ ഒപ്പിട്ടെടുത്തെത്തി, നടപ്പാകേണ്ട ഘട്ടത്തിലെത്തി. അപ്പോൾ അമേരിക്കക്ക് ഇത് ഇഷ്ടമായില്ല. അമേരിക്ക പറഞ്ഞു നടപ്പാക്കാൻ പാടില്ല എന്ന് ഇന്ത്യയോട് പറഞ്ഞു. ഇന്ത്യ ഗവൺമെൻറ് അതിന് വഴങ്ങി കൊടുത്തു. ആരാ ഗവൺമെൻറ്? ഇപ്പോഴുള്ള ഗവൺമെൻറ് അല്ല, നേരത്തെയുള്ള ഗവൺമെൻറ്, മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്, കോൺഗ്രസ് നേതൃത്വമുള്ള ഗവൺമെൻറ്. ഓർമ്മയില്ലേ? UPA-ക്കാരൻ ആണവ കരാർ ഒപ്പിട്ടത്. അമേരിക്കയിൽ നിന്ന് ആവശ്യമായ ഇന്ധനം മുഴുവൻ ഇന്ത്യക്ക് കിട്ടുമെന്നായിരുന്നു കോൺഗ്രസ് നേതാക്കന്മാർ നാടുകളെ പ്രസംഗിച്ച് നടന്നത്. ആണവ കരാറിനെ ന്യായീകരിച്ചു. അപ്പോൾ ഇപ്പോൾ ഉള്ള പ്രതിസന്ധി നമ്മൾ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു അന്ന് നടപ്പാക്കിയിരുന്നത്. അതൊഴിവാക്കിയത്, ഈ വിന വരുത്തി വെച്ചത് ആ കരാർ ഒപ്പിടാത്തതിൻ്റെ ഭാഗമായിട്ടാണ്. ആ കരാർ ഒപ്പിടാനുള്ള അവകാശം നമുക്കാണല്ലോ. എന്തിന്? അമേരിക്കയുടെ ഇംഗിതത്തിന് കോൺഗ്രസ് വഴങ്ങിക്കൊടുത്തു. കോൺഗ്രസും BJPയും തമ്മിൽ എന്താണ് വ്യത്യാസം? അമേരിക്കയുടെ ഈ ഇംഗിതത്തിന് കോൺഗ്രസ് വഴങ്ങിക്കൊടുത്തു. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന് എണ്ണ വാങ്ങാൻ, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ അനുമതി നൽകാൻ അമേരിക്കയോട് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് അഭ്യർത്ഥിക്കുകയാണ്. നമ്മളൊരു പരമാധികാര രാഷ്ട്രമല്ലേ, എന്തിനാണ് മറ്റൊരു രാജ്യത്തിന് അനുമതി നമുക്ക്? അമേരിക്ക പറയുന്നു ഞങ്ങൾ അനുവദിച്ചിരിക്കുന്നു 30 ദിവസത്തേക്ക്. എവിടെ പോയി നമ്മുടെ പരമാധികാരം? എന്താണ് ഈ രണ്ടു കൂട്ടരും ചെയ്യുന്നത്? നമ്മുടെ രാജ്യത്തെ അമേരിക്കയുടെ വിനീത വിധേയ രാഷ്ട്രമാക്കി മാറ്റുകയല്ലേ? ഒരു സാമന്ത രാഷ്ട്രത്തിൻ്റെ മട്ടിലേക്ക് നമ്മുടെ രാജ്യത്തെ മാറ്റുകയല്ലേ? അതല്ലേ പ്രശ്നം? ഇത്തരമൊരവസ്ഥ ഉണ്ടാക്കുന്നതല്ലേ? ഇതിനിടയിലും നമ്മുടെ ജനങ്ങളുടെ ആശങ്ക ദൂരീകരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് എല്ലാ ഘട്ടത്തിലും കേന്ദ്ര ഗവൺമെൻറ്റിനോട് സംസ്ഥാനം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ എങ്ങനെ തെറ്റായി അവതരിപ്പിക്കുന്നു എന്നതാണ് നാം ഗൗരവമായി കാണേണ്ടത്. ഇവിടെ നമ്മുടെ വ്യത്യസ്ത മേഖലകൾ നല്ല രീതിയിൽ അഭിവൃദ്ധി പ്രാപിച്ചതായിട്ടാണ് കാണാൻ നമുക്ക് സാധിക്കുക. നമ്മുടെ പശ്ചാത്തല സൗകര്യം നല്ലതുപോലെ വികാസം പ്രാപിച്ചിരിക്കുന്നു. നമ്മുടെ വിദ്യാഭ്യാസ രംഗം നല്ല രീതിയിൽ പുരോഗതി പ്രാപിച്ചിരിക്കുന്നു. പൊതുവിദ്യാഭ്യാസ രംഗം
ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട നിലയിലേക്ക് ഉയർന്നിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയും നല്ല നിലക്ക് ഉയർന്നിരിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ നിലയിലേക്ക് വന്നിരിക്കുന്നു. ഇപ്പോൾ എടുത്താൽ രാജ്യത്തെ ആദ്യത്തെ 6 യൂണിവേഴ്സിറ്റികൾ എടുത്താൽ അതിൽ 2 കേരളത്തിൽ നിന്നുള്ളതാണ്. രാജ്യത്തെ 100 കോളേജുകൾ എടുത്താൽ അതിൽ 18 കേരളത്തിൽ നിന്നുള്ളതാണ്. മാറിയിരിക്കുകയാണ്. 6000 കോടി രൂപയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാനം ചെലവഴിച്ചത്. അതിൻ്റെ ഭാഗമായി നല്ല മാറ്റം പശ്ചാത്തല സൗകര്യ രംഗത്തുണ്ടായി. ലൈബ്രറി, ലാബ് എല്ലാം ശക്തിപ്പെട്ടു. മറ്റെല്ലാ തരത്തിലും സജ്ജമായി. കോഴ്സുകൾ പുതുതായിട്ട് വന്നു. നല്ല മാറ്റം പൊതുവെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുണ്ടായിരിക്കും. നമ്മുടെ യുവത ആഗ്രഹിക്കുന്ന തരത്തിലുള്ള യോഗ്യത നേടാൻ നമ്മുടെ കേരളത്തിലെ യുവതക്ക് കഴിയുന്നു. ഇന്ന് മത്സരാധിഷ്ഠിത ലോകമാണല്ലോ. അന്താരാഷ്ട്ര തലത്തിൽ വികസിത രാഷ്ട്രങ്ങളിലെ യുവതയുമായി മത്സരിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയും നൈപുണ്യവും നമ്മുടെ ചെറുപ്പക്കാർ നേടുകയാണ്. അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള അവരുടെ യോഗ്യതക്കനുസരിച്ചുള്ള തൊഴിൽ ഇവിടെ ലഭ്യമാക്കാനുള്ള നടപടികളും സ്വീകരിച്ചു വരികയാണ്. കേരളം മാറുകയല്ലേ. ഇത്തരം മാറ്റങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ കാണേണ്ടത് നമ്മുടെ നാട് ഒരുപാട് ദുരന്തങ്ങൾ നേരിടേണ്ടി വന്നല്ലോ. ആ ദുരന്തങ്ങളിൽ മതിയായ സഹായം നമുക്ക് ലഭിച്ചില്ല. നമ്മുടെ രാജ്യം എല്ലാ സംസ്ഥാനങ്ങളെയും സഹായിക്കാറുണ്ട് ദുരന്തങ്ങൾ വന്നാൽ. പക്ഷേ നമുക്ക് വന്നതുപോലുള്ള ദുരന്തങ്ങൾ 2018 നൂറ്റാണ്ടിലെ മഹാപ്രളയം, അതിൻ്റെ തൊട്ടടുത്ത വർഷം അതിരൂക്ഷമായ കാലവർഷക്കെടുതി, ഒരു ശ്വാസം കഴിക്കാൻ കഴിയുന്നതിന് മുൻപ് കോവിഡ് മഹാമാരി, ഇതിനെല്ലാം മുൻപ് ഓഖിയും നിപ്പയും, എന്തല്ല ഒരു നാട് തകരാൻ വേറൊന്നും വേണോ? പ്രളയം, മഹാപ്രളയം നാടിനെ തകർത്തെറിയുകയായിരുന്നില്ലേ? നമുക്ക് സഹായം നൽകേണ്ട കേന്ദ്ര ഗവൺമെന്റ് മുഖം തിരിച്ചു വന്നല്ലോ, സഹായിക്കാൻ തയ്യാറായില്ലല്ലോ. ഇവിടെ കേരളത്തെ നെഞ്ചേറ്റിയ ചില രാജ്യങ്ങളുണ്ട് ലോകത്ത്. ആ രാജ്യങ്ങൾ നമ്മുടെ നിസ്സഹായാവസ്ഥ കണ്ട് ഈ രാജ്യം തകർന്നു പോകുമല്ലോ എന്ന് കണക്കാക്കി, നമ്മുടെ നാട് തകർന്നു പോകുമല്ലോ എന്ന് കണക്കാക്കി ഇന്ത്യ ഗവൺമെന്റിനെ അറിയിച്ചു, ഞങ്ങൾ കേരളത്തെ സഹായിക്കാൻ തയ്യാറാണ്, ഞങ്ങൾ സ്വീകരിക്കില്ല. ഇന്ത്യ ഗവൺമെന്റ് മറുപടി എന്തൊരു ക്രൂരതയാണെന്ന് നോക്കണം. നമ്മുടെ കാര്യം വന്നപ്പോൾ മാത്രമല്ലേ അങ്ങനെ ഒരു നിലപാടുള്ളൂ. എന്തുകൊണ്ടാണിത്? ഇപ്പോ ഏറ്റവും ഒടുവിൽ മുണ്ടക്കൈ ചൂടുമല ദുരന്തം വന്നു. എല്ലാവരും പ്രതീക്ഷിച്ചു സഹായം കിട്ടുമെന്ന്. പല സഹായവും തന്നോ? കേന്ദ്ര ഗവൺമെന്റ് കേരളം രക്ഷപ്പെടുന്നത് എന്ന ചിന്തയിലല്ലേ? ഇത് മാത്രമാണോ? നമുക്ക് അർഹമായ വിഹിതം തരണമല്ലോ. നമ്മുടെ നികുതി വിഹിതം, കേരളത്തിൻ്റെ ജനസംഖ്യ ദേശീയ ജനസംഖ്യയുടെ 2.5% നമ്മുടെ നികുതി വിഹിതം 1.9 എന്ന് പറഞ്ഞാൽ ജനസംഖ്യാനുപാതികമായ നികുതി വിഹിതം നമുക്ക് ലഭിക്കുന്നില്ല. എന്താണിത്? നമുക്ക് അർഹമായത് ലഭിക്കണ്ടേ? ഒരുപാട് രംഗങ്ങളിൽ കേന്ദ്രം നമുക്ക് വിഹിതം നൽകേണ്ടതുണ്ട്. ഒരു രംഗത്തും അർഹമായത് ലഭിക്കുന്നില്ല. ഒരു നാടിൻ്റെ വികസനത്തിന് ഏറ്റവും പ്രധാനമാണ് എടുക്കുന്ന വായ്പ. സംസ്ഥാനത്തിന് വായ്പ എടുക്കാൻ അവകാശമുണ്ട്. ആ വായ്പ ഇവിടെ വലിയ തോതിൽ നിയന്ത്രിക്കുകയാണ്, പരിധി വയ്ക്കുകയാണ്.
എന്താണ് വായ്പ? എന്തിനാണ് വായ്പ? നാടിൻ്റെ വികസനത്തിനാണ്. എടുക്കുന്ന വായ്പാ തുകയിൽ 90% വികസന മൂലധന നിക്ഷേപമാണ്. നിങ്ങൾ അങ്ങനെ വികസിക്കേണ്ട എന്നാണ് കേന്ദ്രത്തിൻ്റെ നിലപാട്. കേരളം തകരട്ടെ എന്ന സമീപനം. ഇതിനെതിരെ നിരവധി നിവേദനങ്ങൾ നമ്മൾ കൊടുത്തു, ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടത്തി, സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി കേരളത്തിൻ്റെ വാദത്തിൽ കടപ്പെടുന്നെന്ന് കണ്ടു. സുപ്രീം കോടതി ഈ കാര്യങ്ങൾ ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. ഭരണഘടനാ ബെഞ്ച് ഇപ്പോൾ വിശദമായി പരിശോധിച്ചു വരികയാണ്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു നിലപാട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത്? അത് രാഷ്ട്രീയമാണ്. അതായത് കേന്ദ്രത്തിന് ഭരണത്തിന് നേതൃത്വം ബി ജെ പിയുടെ നേതൃത്വം ആർ എസ് എസിനെയും ബി ജെ പിയെയും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. അവർക്ക് അവിടങ്ങളിൽ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ കേരളം സ്വീകരിക്കുന്നില്ല. കേരളത്തിൻ്റെ പ്രത്യേകത എന്താ? ജാതിഭേദവും മതദ്വേഷവും ഇല്ലാതെ എല്ലാവരും സോദരന്മാരായി കഴിയുന്ന നാടാണ് കേരളം. മതനിരപേക്ഷതയുടെ വിളനിലമാണ്. ഈ നാട് ആർ എസ് എസിനെയും ബി ജെ പിയെയും അംഗീകരിക്കുന്നില്ല. ജനങ്ങൾ അതിന് തയ്യാറല്ല. അതിൻ്റെ വിരോധം അത് പകയായി വിദ്വേഷമായി മാറുന്നു. അതിൽ നിന്നാണ് കേരളം തകരട്ടെ എന്ന നിലപാട് കേന്ദ്ര ഗവൺമെൻറ് വരുന്നത്. ഇവിടെ ബി ജെ പിയുടെ നില ഇത്. എന്താണ് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും നില? ഈ ഘട്ടങ്ങളിലൊക്കെ കേരളത്തോടൊപ്പം അവർ നിന്നോ? കേരളം തകരട്ടെ എന്ന സമീപനത്തോടൊപ്പമല്ലേ നിന്നത്? ഒരു ഘട്ടത്തിലും കേരളത്തിന് വേണ്ടി അവരുടെ ശബ്ദം ഉയർന്നില്ലാലോ. ഞങ്ങള് പ്രക്ഷോഭം നടന്ന ഘട്ടത്തിൽ അവരോട് ചോദിച്ചു, ഇത് കേരളത്തിന്റെ പൊതുവായ പ്രശ്നമല്ലേ, നമുക്ക് ഒന്നിച്ച് പ്രക്ഷോഭം നടത്തിക്കൂടെ? ഇല്ല, ഞങ്ങളില്ല. ഇതാണ് മറുപടി. എന്താണ് അവർക്ക് പ്രശ്നം? എന്തുകൊണ്ടാണ് യോജിച്ച പ്രക്ഷോഭത്തിന് മടി കാണിക്കുന്നത്? നമ്മുടെ കേരളത്തെ തകർക്കുന്ന നടപടികൾ ചോദ്യം ചെയ്യണ്ടേ? പാർലമെന്റിൽ കേരളത്തിൽ നിന്ന് പോയ യു ഡി എഫ് എംപിമാർ നിരനിരയായിട്ടിരിക്കുകയാണല്ലോ. ആരെങ്കിലും ഒരാൾ സംസാരിച്ചോ കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ട്? എന്താണ് ബി ജെ പിയുടെ മനസ്സിൽ ഒരു തരത്തിലുള്ള കാലുഷ്യവും ഉണ്ടാകരുത് എന്ന നിർബന്ധം കോൺഗ്രസിനും യു ഡി എഫിനും വരാൻ കാരണം? ഇതല്ലേ നമ്മുടെ അനുഭവം? അതിൻ്റെ ഭാഗമായി അഥവാ സംസാരിക്കുന്നുണ്ടെങ്കിൽ കേരളത്തെ കുറ്റപ്പെടുത്താൻ, കേരള ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ അതിനെ തയ്യാറായിട്ടുണ്ട്. ഇവിടെ 2016 വരെ പല ഘട്ടങ്ങളിൽ ഭരിച്ച ഒരു മുന്നണിയല്ലേ കോൺഗ്രസും യു ഡി എഫും. എങ്ങനെ അവർക്ക് ബി ജെ പിയോടൊപ്പം കേരളം തകരട്ടെ എന്ന വികാരം പങ്കിടാനായി? എന്നാൽ നാം കാണേണ്ടത്, ഇവരാഗ്രഹിച്ചതുപോലെ നമ്മുടെ നാട് തകർന്നു പോയില്ല. നമ്മുടെ അതിജീവനം ലോകവും രാജ്യവും അത്ഭുതാതരങ്ങളിലൂടെയാണ് നോക്കിക്കണ്ടത്. നമുക്കതിൽ ആശ്ചര്യമില്ല. കാരണം നാടിൻ്റെ ഒരുമയും ജനങ്ങളുടെ ഐക്യവും അതാണ് ഇത്ര കരുത്തായ അതിജീവനത്തിലേക്ക് എത്തിച്ചത്. എല്ലാ കാര്യങ്ങളും നാടും ജനങ്ങളും ഒപ്പമായിരുന്നു. ഈ പതിറ്റാണ്ട് ജനങ്ങളുടെ കൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. ജനങ്ങൾ ഞങ്ങളുടെയും കൂടെയുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് മാറ്റങ്ങൾ സൃഷ്ടിക്കാനായത്. ഈ യാത്ര തുടരുകയാണ്. അത് തുടരണം എന്ന് തന്നെയാണ് ജനങ്ങളും ആഗ്രഹിക്കുന്നത്. ആ വഴിയിലാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെയും ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് നേരിടുന്നത്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ തികഞ്ഞ ശുഭാപ്തി വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. കാരണം ജനങ്ങളെ ഞങ്ങൾ എല്ലാ കാലത്തും വിശ്വസിച്ചിട്ടുണ്ട്.
ജനങ്ങൾ വലിയ തോതിൽ വിശ്വാസം ഞങ്ങളിലും അർപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഈ മണ്ഡലം ഇത്തവണ മുഹമ്മദ് ഹനീഫിയാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത്. മുഹമ്മദ് ഹനീഫിയെ വൻപിച്ച ഭൂരിപക്ഷം നൽകി തെരഞ്ഞെടുത്ത് വിജയിപ്പിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദം. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മുടെ സ്ഥാനാർത്ഥി ഹനീഫെ ഷാൾ അണിയിക്കാൻ നമ്മുടെ പൊതുസമ്മേളനം അവസാനിക്കുകയാണ്. ഗാനമേള തുറന്ന് നടത്തുകയാണ്. അതിന്റെ ഗാനമേള ടീമിനെ ക്ഷണിക്കുന്നു. Ele